ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലായിടത്തും നല്ല മഴയാണ്. ഇവിടെ അതെ കേട്ടോ, നല്ല മഴ തന്നെയാണ്. അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അത് ഈ ഞായറാഴ്ചയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാം മൊത്തത്തിലൊരു ഓർഡർ ഇല്ലാത്തൊരു ഓട്ടമായിരുന്നു കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയമൊക്കെ മറ്റു പല കാര്യങ്ങളുമായിട്ട് അങ്ങനെ തിരിഞ്ഞു പോയി. ഷോർട്ട് വീഡിയോ ഞാൻ എങ്ങനെയൊക്കെയോ ഉള്ളതൊക്കെ വെച്ച് തട്ടിമുട്ടി ഇടാറായിരുന്നു കേട്ടോ പതിവ്. രാവിലെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടായിക എല്ലാം കൊണ്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം. ഇന്നൊക്കെ ഫുള്ള് മഴയാണ്. ഇപ്പം ലേശം മഴ കുറഞ്ഞ സമയം നോക്കിയിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ കുടുവും ആദ്യക്കുട്ടനും ചേട്ടായിക്കുട്ടി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ സൗണ്ട് ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് മെല്ലെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ വീട്ടിലേക്ക് ഞായറാഴ്ച ദിവസവും അല്ലാത്ത ദിവസങ്ങളിൽ ജോലിക്ക് പോണ ദിവസം ജോലിക്ക് പോയാൽ വൈകുന്നേരം വീട്ടിൽ വന്നാൽ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു ഞായറാഴ്ചയാണ് നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അന്ന് ഞങ്ങൾ താഴത്തെ വീട്ടിലോട്ട് പോകലാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ പോയിട്ടില്ല, കാര്യം നല്ല മഴയാണ്. അപ്പം ഞായറാഴ്ച ഞങ്ങൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് താളിവേപ്പും കുളി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതാ താഴത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായതാണ്. ഭക്ഷണമൊക്കെ ആക്കിയിട്ടുണ്ട്, ചോറും കറികളൊക്കെ ആക്കി. അപ്പം താഴേക്ക് പോകുമ്പം എല്ലാം നമ്മൾ കൊണ്ടുപോയാൽ മതി. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കയറി വരണ്ടല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് രാത്രി എപ്പോഴാണെന്ന് വെച്ചാൽ കയറി പോന്നാൽ മതി. അപ്പം അങ്ങനെ കരുതിയിട്ട് എല്ലാവർക്കും ഉള്ള ചോറും കറിയും എല്ലാം പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. കുടുവൊക്കെ തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അപ്പോൾ വീഡിയോ ഈ പറഞ്ഞ പോലെയാണ്. ലോങ് വീഡിയോ സ്ഥിരമായിട്ട് ഇടാനും ഒക്കെ നമ്മളെ കൂട്ടുകാർ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, നമുക്ക് സമയം എന്ന് പറയുന്ന സാധനം എവിടെ എങ്ങനെ വിചാരിച്ചിട്ട് എത്തുന്നില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, നമ്മളെ മൈൻഡ് നമ്മളെപ്പോഴും ഒരേ ലെവലായിരിക്കില്ലല്ലോ. താളം ചില സമയത്തൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണെങ്കിലും നമ്മൾ ആ ഓർഡറിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നപ്പം എല്ലാം വൈകിപ്പോയി. പക്ഷേ ഇനി നമ്മൾ ഓക്കെ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഞായറാഴ്ച നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ പണിയെന്ന്, ഇപ്പോഴത്തെ പണി നിലവിലുള്ളത് നമുക്ക് ഈ മുറ്റം കെട്ടുക എന്നുള്ള പണിയായിരുന്നേ. ആ മുറ്റത്തിൻ്റെ മുൻവശം കെട്ടാനുണ്ട്. കുറച്ചേ ഉള്ളൂ, നമുക്ക് ആകെ 5 സെൻറ്റിൻ്റെ ഇതായി ഒരു മുൻവശം മാത്രമേ നമുക്ക് കെട്ടാനുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരത് കെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഈ മുകളിലത്തെ ഈ 3ാമത് വെച്ചേക്കുന്ന കല്ല് അവർ വെച്ചതല്ല കേട്ടോ. താഴത്തെ 2 വരി കല്ലാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെ അവർ ചെയ്ത പണിയാണ് ഈ പണി കേട്ടോ. അത് 2 പേരാന്ന് ഓർക്കണേ. 2 പേര്. അത് സിമൻറ്റും മണലൊന്നുമില്ല, വെറുതെ നമ്മളിങ്ങനെ കല്ല് എടുത്ത് വെച്ച് ലേശം മാനം ലേശം കീറണം. എന്നിട്ട് ഒരു കല്ലിൻ്റെ താഴ്ചയിലൊന്നും കീറുന്നില്ല, കുറച്ചൊന്നും ഇതാക്കിയിട്ട് വെക്കുന്നുണ്ട്. എന്താണെങ്കിലും അവർ ചിലപ്പോൾ ശരിയായിരിക്കും, ഉച്ചവരെ അത്രേ ചെയ്യാൻ പറ്റുള്ളായിരിക്കും 2 ആൾക്ക് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും 2300 രൂപ അവരെ കൂലിയും അവരെ ഭക്ഷണത്തിൻ്റെ ചിലവും അവരെ വാടക പൈസയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ നമ്മളോടെ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇനി തൽക്കാലം അവർ കെട്ടണ്ട, നമ്മൾ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം അവർ ചെയ്തല്ലോ. അപ്പോൾ അവർക്കുള്ള കൂലിയൊക്കെ അന്ന് പറഞ്ഞ കൂലി എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്തു. വാടകേൻ്റെ പൈസ എല്ലാം കൊടുത്തിട്ട് അവരെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പിന്നെ അവരെ വിളിച്ചില്ല കേട്ടോ. കാരണം അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അത്രയും എന്ന് പറഞ്ഞാൽ ആകെ ഇത്തിരി ഉള്ളത് ഒരു ദിവസം കൊണ്ട് തീരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇനിയിപ്പം ചിലപ്പോൾ തീർന്നില്ലെങ്കിൽ പോലും അത്രയും പണി കണ്ടാൽ പോരല്ലോ എന്ന് ഓർത്തു കേട്ടോ. ഇതിപ്പം ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ, നമ്മൾക്ക് മനസ്സിൽ തോന്നുന്നതാണോ എന്നറിയില്ല. എന്തായാലും 2 വരി വെട്ടുകല്ല് അവർ വെച്ചിട്ടുണ്ട്. അത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മതിലിനോട് ചേർത്ത് വെച്ചതുകൊണ്ട് ആ മതിൽ നമ്മളെ മതിലല്ല, തൊട്ടടുത്തുള്ളവരെ മതിലാണ്. അപ്പോൾ ആ മതിലിനോട് ചേർത്ത് വെച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ പൊളിക്കേണ്ടി വന്നു കേട്ടോ. കാരണം അത് വലിയ കട്ടിയില്ലാത്ത സ്നേഹം മതിൽ പോലത്തെ മതിലാണ്. അപ്പം ആ മതിലിലേക്ക് നമ്മളെ കല്ല് തട്ടി നിൽക്കുമ്പോൾ അത് മതിലിന് ഇതാണ്. അപ്പോൾ ലേശം വിട്ട് വെക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് അത് നമ്മൾ പൊളിച്ചിട്ട് പിന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്തു, മാറ്റി കട്ടയൊക്കെ വെച്ച് കെട്ടാമെന്നോർത്തു. അങ്ങനെ ഞായറാഴ്ച രാവിലെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി തുടങ്ങിയതാണ് കേട്ടോ പണി. അച്ഛനും അമ്മയും മക്കളും കല്ല് പെറുക്കാനും കട്ട വെക്കാനൊക്കെ ഞങ്ങൾ തന്നെ മതി. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അവരെ ഏൽപ്പിക്കേണ്ടിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ ഇതുവരെ തേപ്പും പടവും കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പണികളും നമ്മൾ തന്നെ സ്വന്തം കുറേശ്ശെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ മുറ്റം കെട്ടുകയല്ലേ, അപ്പം നമുക്കത് അങ്ങനെ കഴിയുണ്ടാവില്ല എന്നൊക്കെയാണ് ഞങ്ങൾ ഓർത്തത്. എന്താണെങ്കിലും സാരമില്ല, എല്ലാം ഒരു അനുഭവമാണല്ലോ. അപ്പം അങ്ങനെ കണ്ട് നമ്മൾ പറഞ്ഞതായിരുന്നു. അതൊരു ദിവസം അവർ ചെയ്തതുകൊണ്ട് ആ ഭാഗം അങ്ങനെയായി. പിന്നെ ബാക്കി നമ്മളങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ആ കല്ല് നമ്മളെ തൊട്ട് മുന്നത്തെ സ്ഥലത്തായിരുന്നു ഇട്ടത്. അപ്പം
ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് അത് മാറ്റേണ്ടതും അത്യാവശ്യമായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു മാറ്റുന്നില്ലേ, കല്ല് മാറ്റുന്നില്ലേന്ന്. അപ്പോൾ എന്തായാലും ഇതെല്ലാം മാറ്റും വേണം, ഇതെല്ലാം ചെയ്യും വേണം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞായറാഴ്ച ഇറങ്ങിയതാണ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. നിലവിലിപ്പം നമ്മളിപ്പോൾ തേപ്പെല്ലാം കഴിഞ്ഞ് വൈറ്റ് സിമെൻറ്റൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, ഞങ്ങൾ തന്നെ അടിച്ചു. പിന്നെ വയറിങ്ങിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വയറിങ്ങൊക്കെ സ്വന്തമായിട്ട് തന്നെ ആയതുകൊണ്ട് നമ്മൾ ചെയ്തു. പ്ലംബിങ് പിന്നെ കിച്ചൻ്റെ ഏരിയ ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ ബാത്റൂമിൽ പ്ലംബിങ്ങൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോരണമെങ്കിൽ താഴോട്ട് പോരണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഈ മാസമെങ്കിലും ഇങ്ങോട്ട് പോരണമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. അപ്പോൾ നമ്മളെ കിണറിൻ്റെ വെള്ളത്തിൻ്റെ കാര്യവും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എങ്ങനെയെങ്കിലും പോരണം എന്നാണ് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പിന്നെ വെള്ളം തേവണമെന്ന് ഓർത്തപ്പോഴത്തേക്കും കിണറൊക്കെ വൃത്തിയാക്കണം, തേവി നന്നാക്കണം എന്നൊക്കെ ഓർത്തപ്പോഴത്തേക്കും അല്ലേ പെട്ടെന്നാണ് മഴ പെയ്തത്. ഒട്ടും പ്രതീക്ഷിക്കാതെ മഴ അങ്ങ് പെയ്തു. മഴ പെയ്തതോടുകൂടി നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതായി പോയിട്ടോ. ആദ്യക്കുട്ടനെ കൊണ്ട് പറ്റുന്ന പോലെ ആദ്യക്കുട്ടനും മോനൂസിനെ കൊണ്ട് പറ്റുന്ന പോലെ മോനൂസ്, എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന എല്ലാ പണികളും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കയറൂല, ഞങ്ങളെല്ലാവരും പണിയെടുക്കുക. ഇറങ്ങാൻ ഇത്തിരി മടിയൊക്കെ കാണിക്കും, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ് കേട്ടോ. എന്ത് പൊന്താത്ത പണി ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് താഴത്തെ വീട്ടിലേക്ക്. അപ്പം കിണറിൻ്റെ കാര്യം പിന്നെ നിലം നമ്മളൊന്നും ചെയ്തിട്ടില്ല, നിലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. അപ്പം ബേക്കോട്ടുള്ള കാര്യങ്ങളും കൂടെ കിടക്കുന്നതുകൊണ്ട് ബേക്കോട്ട് നമുക്ക് ഇപ്പം നിലവിൽ നമുക്കൊരു റൂമും ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടും ആണുള്ളത്. അപ്പം ബേക്കോട്ട് എടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുമ്പോൾ നമ്മൾ വീട്ട് നമ്പറിന് അപേക്ഷിക്കണം. വീട്ട് നമ്പർ കിട്ടും. ആ കൂടെ തന്നെ നമ്മൾ പഞ്ചായത്തിന് ഒരു എഗ്രിമെൻറ്റ് വെക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടായതുകൊണ്ട് 12 വർഷത്തേക്ക് നമ്മൾ വിൽക്കാനോ ഒന്നും കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്ത് സെക്രട്ടറീൻ്റെ ഇതിലേക്ക് നമ്മളങ്ങനെ എഗ്രിമെൻറ്റ് വെക്കണം. വീടിൻ്റെ ആധാരം കൊണ്ടുപോയിട്ട് നമ്മൾ ആ എഗ്രിമെൻറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ബേക്കോട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒക്കത്തുള്ളൂ. അപ്പം പഞ്ചായത്തുമായിട്ടുള്ള ഇടപാടുകൾ കഴിയണം കേട്ടോ. അപ്പം നമ്മൾ ഇത്തിരി അതായത് 420 സ്ക്വയർ ഫീറ്റ് ആകുമ്പം നമുക്ക് സ്പേസ് കുറയും. പിന്നെ കുട്ടികൾ 3 ആളുണ്ട്, ഞങ്ങളും ഉണ്ടല്ലോ. അപ്പം പിന്നീടേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ ആ സ്ഥലം വിട്ടത് കേട്ടോ. നമ്മൾ ആഗ്രഹത്തിന് ഒത്തൊരു വീടല്ലെങ്കിലും കുഞ്ഞിതാണെങ്കിലും കുറച്ച് സൗകര്യങ്ങളോട് കൂടിയൊരു കുഞ്ഞു വീടാണല്ലോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പം ഞങ്ങളെക്കൊണ്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഇനിയാണ് എന്താ പറയുക പറയാനുള്ള കാര്യം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അവർ ആ മതിലേൽ ഇവിടെ ഈ മതിലേൽ തൊടിച്ചിട്ടായിരുന്നു പണിക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തന്നെ അത് പൊളിച്ച് ചെയ്യേണ്ടി വന്നു. ചേട്ടായി തന്നെ അത് പൊളിച്ചു. പിന്നെ ഞങ്ങളെല്ലാം കൊടുത്ത് കല്ലൊക്കെ എത്തിച്ച് കൊടുത്തു കുറേയൊക്കെ. പിന്നെ മണലും സിമെൻറ്റൊന്നും വേണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒപ്പിച്ച് ചെയ്തതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ രാവിലെ ഇടയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഞങ്ങളിതെല്ലാം ആക്കിയിട്ടല്ലേ ചെല്ലുന്നത്. പിന്നെ വേഗം ചോറൊക്കെ കൊടുത്തു. ചോറ് കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടായിരുന്നു ചെന്നത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ പണി തുടങ്ങിയത്. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ നമ്മളെ യൂട്യൂബിൽ തുടങ്ങിയതിന് ശേഷം ഒത്തിരി നല്ല കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ. എന്നെ അറിയാത്ത ഒരുപാട് ചേട്ടന്മാർ, ഒരുപാട് ഇക്കാക്കന്മാർ, ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാം ഞാൻ പറയുകയാണെങ്കിൽ എത്ര മാന്യമായിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും എത്രയോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. അപ്പം നമ്മളെ നാട്ടിലാണ്, പക്ഷേ നേരെ തിരിച്ച് നമ്മളെ കണ്ണിൻ്റെ മുന്നിലൂടെ നടക്കുന്ന ആളുകളാണ് നമ്മളെ അത്രയ്ക്കും എന്താ പറയുക, അതിനൊരു വാക്കെന്ന് എനിക്കറിയില്ല കേട്ടോ. വിശ്വസിക്കാൻ പറ്റാത്ത സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങിക്കഴിയുമ്പോൾ യൂട്യൂബിൽ നിന്ന് അങ്ങനെ കമൻറ്റ് വരും, ഇങ്ങനെ കമൻറ്റ് വരുമായിരിക്കും, വരാതിരിക്കില്ല, എന്തായാലും വരുന്നുണ്ട്. ചെറിയ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാറുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ പറയാം, നമ്മളെ നാട്ടിലുള്ള ആളുകൾ പലരും പല രീതിയിലാണ് കേട്ടോ. എല്ലാവരും ഒന്നും ഒരിക്കലും പറയുന്നില്ല, എല്ലാവരും ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിവിടെ നമ്മളെ റംബൂട്ടാനിൽ ഉണ്ടെങ്കിലും നമ്മൾ പറിക്കാനും പോകാറില്ല, നോക്കാനും പോകാറില്ലല്ലോ. അപ്പം ഞായറാഴ്ച ദിവസം ചെന്നപ്പോഴാണ് അത്യാവശ്യം ചിലതൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്. കുറേ കിളി തിന്നു പോയി, കുറേ വീണ് പോയി.
അപ്പോൾ അങ്ങനെ കുറച്ച് പറിച്ചപ്പം ഞാനും ഓരോ പുറകെ കൂടിയിട്ടു. അങ്ങനെ എനിക്കും കിട്ടി ഒരെണ്ണം. അങ്ങനെ ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലി സ്ഥലത്ത് പിന്നെ ഒരു ദിവസം ജോലിക്ക് പോയ സമയത്ത് നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞാൽ കൂടരഞ്ഞിക്ക് അടുത്ത് കൂമ്പാറയുള്ളൊരു ചേട്ടൻ. എനിക്ക് ആ കക്ഷീനെ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ സെൻറ്ററിൽ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ വന്നപ്പോൾ വേറൊരു ചേട്ടനും ഉണ്ട്. ആ ചേട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ലോൺ ആവശ്യം പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ ചെന്നപ്പം ആൾക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞ് റിട്ടേൺ തന്നു. പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി കൊണ്ട് ചെന്നത്. അപ്പോൾ അത് വേണ്ടാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, അല്ല ചേട്ടാ ഇത് എങ്ങനെയാണ് ലോണ്, എന്താണ് ലോണ്, അതൊന്ന് പറഞ്ഞു തരുമോ അതിനെക്കുറിച്ച് എന്ന് ചോദിച്ചു. അപ്പം കാര്യം പറഞ്ഞാൽ അന്ന് മോനുണ്ട്, ആദ്യക്കുട്ടനും കുടുവാണെങ്കിൽ ഉറങ്ങുന്നുമുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ദൈവം സഹായിച്ചിട്ട് അവിടുത്തെ ഓണർ അങ്ങനത്തെ ഒരു ആളായതുകൊണ്ടായിരിക്കാം കേട്ടോ എനിക്ക് കുടുവിനെ കൊണ്ടൊക്കെ 2 വയസ്സ് തൊട്ട് ഞാൻ ജോലിക്ക് പോകണതാണേ. ഇതുവരെ മക്കളുടെ കാര്യത്തിലൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അവരുടെ കാര്യത്തിനൊക്കെ പോവാനും ചെയ്യാനും വരാനും നോക്കാനും അവർക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുപോയി അവിടുന്ന് കൊടുക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥാപനമാണ് ഞാൻ ജോലിക്ക് പോണ സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും മക്കളും ഉണ്ടല്ലോ. അപ്പോൾ ഒരുപക്ഷെ അയാൾ അത് ചിന്തിച്ച് കാണുമായിരിക്കും, എൻ്റെ അവസ്ഥ മക്കളെയും കൊണ്ടൊക്കെ ജോലിക്ക് വരിക എന്ന് പറയുമ്പം ആണല്ലോ. അപ്പോൾ അത്യാവശ്യക്കാരിയാണ് എന്നുള്ള ഒരു ബോധം അയാളെ തലയിലേക്ക് വന്നതുകൊണ്ടാവാം. ഞാനിങ്ങനെ ലോണിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അത് ലോണ് കൊടുക്കും മോളെ, നിനക്ക് ലോണ് വേണമെന്ന് ചോദിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ ലോണിന് നോക്കുന്നുണ്ടായിരുന്നു, നമ്മളെ വീട് പണിയൊന്ന് പൂർത്തിയാവണമെങ്കിൽ ഞങ്ങൾക്ക് ലോണ് വേണം. അപ്പം ഞങ്ങൾക്കിപ്പം വീടിൻ്റെ ബാക്ക് വശത്തേക്ക് എടുക്കണമെങ്കിൽ ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്ത് വേണം. അപ്പോൾ 4 ലക്ഷമൊന്നും ഞങ്ങൾ എന്തായാലും എടുക്കുന്നില്ല, ഒരു 3 ലക്ഷം എടുക്കാമെന്ന് ചോദിച്ചു. ബാക്കി പിന്നെ നമുക്ക് കയ്യിൽ ഉണ്ടാക്കാവുന്ന എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, പണി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗം കാണും. അപ്പോൾ 3 ലക്ഷം രൂപയെങ്കിൽ ഞങ്ങൾ ലോൺ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനോട് പറയുകയും ചെയ്തു. അങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ലോണ് നോക്കുന്നുണ്ടായിരുന്നു, ചേട്ടൻ്റെ ലോണ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ആ മോളെ അത് എൻ്റെ ഒരു സുഹൃത്താണ്, അയാൾ എന്തോ ഒരു കാര്യമൊക്കെ അയാൾ പറഞ്ഞു. ഇയാൾക്ക് ഒരാവശ്യം വന്നപ്പം അയാൾക്കൊരാവശ്യം വന്നപ്പോൾ ഇയാൾ സഹായിച്ചു. അങ്ങനെ എന്തൊരാവശ്യം വന്നാലും ചോദിച്ചോളാൻ പറഞ്ഞു എന്നോ അങ്ങനെ എന്തോ ഒരു സുഹൃത്താണ്, അവന് ക്യാഷ് ഒരുപാടുണ്ട്, അപ്പോൾ അവന് സഹായിക്കും, എന്നിട്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ്, നമ്മളെന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ലോൺ കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരാളാണല്ലോ, നമ്മളെ നാട്ടിലുള്ള ഒരു വ്യക്തി. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മളെ വേറെ രീതിയിൽ അവർ ചിന്തിക്കും നമ്മൾ കരുതുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അയാൾ പറഞ്ഞു, മോൾക്ക് ലോണ് പൈസ വേണോ, എത്ര വേണം പറഞ്ഞാൽ മതി, തരാം, ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഒക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനോ ആശ്വസിച്ചു കേട്ടോ, സമാധാനമായി. ഇനിയിപ്പോൾ ലോണ് ബാങ്കിൽ പോവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നു, ചേട്ടായിനോട് പറഞ്ഞു. അപ്പം ഇയാളെ എന്ത് ചെയ്തു, ഇയാളെ വിളിച്ച് ചേട്ടായിയായിട്ട് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിച്ചൊക്കെ ചേട്ടായിനെ കേട്ടോ, ഒരു വട്ടം കണ്ട് വിളിച്ചിട്ട് ചേട്ടാണ്ട് പറഞ്ഞൊരു 1000 രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എഗ്രിമെൻറ്റ് വെക്കാനാണ്, ഈ സാധനമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എഗ്രിമെൻറ്റ് പേപ്പർ വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 1000 രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മളും അത് വിശ്വസിച്ച് പോയി എന്നുള്ളതാണ്. ഇന്നും നമ്മളങ്ങനെ വിശ്വസിച്ച് പോകുന്നു എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ അവസ്ഥ കൊണ്ടാവാം കേട്ടോ. കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ അയ്യോ അങ്ങനെ പറ്റിയോ, നിങ്ങളെങ്ങനെ അങ്ങനെ വിശ്വസിച്ചു എന്ന് ചോദിക്കും. പക്ഷേ നമ്മളെ മുന്നിലൊരു ആളങ്ങനെ പറയുമ്പം വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല, ഇനി പറ്റൂല കേട്ടോ, ഒരു വട്ടം പറ്റിയത് ഇനി പറ്റൂല. അങ്ങനെ നമ്മൾ ക്യാഷ് അയാളെ അയച്ചു കൊടുത്തു. പിന്നെ എന്നോട് പറഞ്ഞേടി ഇങ്ങനെ അയാൾ 1000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടായും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയുന്ന ആളാണല്ലോ, അപ്പം ഞാൻ വേറൊരു രീതിയിൽ ഇയാളെ അറിയില്ല എന്നുള്ളത് ഏട്ടനും അറിയില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ കണ്ട് സംസാരിച്ച് ആ ഒരു വിവരം ഉള്ളൂ എന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അപ്പം ഞങ്ങളിവിടെ വാനം കീറി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കഥ പറഞ്ഞ് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പം വാനം ഞാൻ കീറി കൊടുത്തു, ചേട്ടായി കല്ല് വെക്കും, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കൊത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ കല്ല് എത്തുമ്പം ചിലപ്പം അടിഭാഗം റെഡി ആവില്ല. അപ്പോൾ ചേട്ടായി തന്നെ നല്ലപോലെ കൊത്തി റെഡിയാക്കിയിട്ടാണ് കേട്ടോ കല്ല് വെച്ചത്. അപ്പോൾ അങ്ങനെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇയാളങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസത്തേക്ക് ഒരു വിവരമില്ല. അപ്പോൾ ചേട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും, പൈസ ആവശ്യമില്ല, എൻ്റെ ഒരാഴ്ച മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ മതി, ക്യാഷ് എത്തിച്ചു തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓർത്തുനിന്നാൽ പിന്നെ ഏതായാലും പഞ്ചായത്തിൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞല്ലോ, നമുക്ക് ബാക്ക് ഭാഗത്തേക്കുള്ള ഫില്ലർ എടുത്തു വെക്കാം, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അയാളോട് ക്യാഷിൻ്റെ കാര്യം വിളിച്ച് പറഞ്ഞു.
അപ്പോൾ ലോണായിട്ട് തന്നെയാണല്ലോ നമ്മൾ തിരിച്ചടവാണ് കൃത്യമായിട്ട് ആ മാസം ഇത്ര സംഖ്യ വെച്ച് തിരിച്ചടവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞതും. 10,000 10,000 എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തിരിച്ചടയ്ക്കാമെന്ന് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കടയിൽ വന്നു കേട്ടോ. രണ്ടാമത്തെ ഇയാൾ കടയിൽ വന്നു. എനിക്കൊന്നൊരു മാസത്തിനൊക്കെ ശേഷം ഇയാൾ കടയിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പൈസേൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പറഞ്ഞാൽ മതിയെന്നു, എന്നാൽ ഞാൻ ഇന്ന് തന്നെ പോയി കൊണ്ടുവരാം, കൊണ്ടോട്ടി വരെ പോകണം, ഒരു 600 രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞു. കൊണ്ടോട്ടി പോയി കൊണ്ടുവരാനുള്ള പൈസ ചിലവാണ്, അവിടെ പോയി വരാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചിലവുണ്ട്. അപ്പോൾ ഒരു 600 രൂപ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഇയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് അത് ദൈവം സഹായിച്ചിട്ട് അത് തട്ടി മാറ്റപ്പെട്ടത്. ഇയാൾ പറഞ്ഞു ഇയാൾ പലരെയും സഹായിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാ സ്ത്രീകളും ഇയാളെ പറ്റിച്ചു. ചിലരൊക്കെ പറ്റിക്കാത്തതുള്ളൂ. പിന്നെ ചിലർക്കൊക്കെ 5-6 ലക്ഷം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു വാങ്ങിയിട്ടില്ല. പൈസ കൊടുക്കും, എത്ര വേണമെങ്കിലും പൈസ കൊടുക്കും, തിരിച്ച് വാങ്ങുക പോലും ചെയ്യൂല. അവരൊക്കെ കണ്ണടച്ചവരൊക്കെ ഒക്കെ പൈസ കൊടുത്തു. ഇയാൾ പറഞ്ഞ് വരുമ്പം നമുക്ക് കാര്യം മനസ്സിലായി ഇയാൾ ആവശ്യം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ആ രീതിയിലൊരു ക്യാഷ് നമുക്ക് വേണ്ട. അങ്ങനെ ഒരു ക്യാഷിൻ്റെ കാര്യം ഞാൻ അങ്ങനെ രീതിയിൽ പൈസ ഉണ്ടാക്കണം നമ്മൾ ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പം ഇയാൾ പറഞ്ഞു, അങ്ങനെയല്ല, മോളോട് ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല, മോളോട് അങ്ങനെ ആവശ്യപ്പെടുന്നേ ഇല്ല. അയാൾ എന്നോട് അങ്ങനെയാണ് കേട്ടോ പറയണത്. എന്നോട് ആ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ എന്നിട്ടും ഇത്ര പറഞ്ഞിട്ടും ഞാൻ പ്രതികരിച്ചില്ലല്ലോ എന്നുള്ളത് ഒരു കുറ്റബോധം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും അയാൾക്കിട്ട് ഒരെണ്ണം കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളത്, പിന്നെ എന്തുകൊണ്ട് ഞാനത് പ്രതികരിച്ചില്ല എന്ന് ഞാൻ 1000 വട്ടം ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് മോനുണ്ടായിരുന്നു കടയിൽ. അപ്പം അവന് ഉള്ളപ്പം ആദ്യകൂട്ടനുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം കുറേ എനിക്ക് തോന്നുന്നു അവിടെ അതുകൊണ്ടായിരിക്കും നിയന്ത്രിച്ച് നിന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, കൊച്ചിനോട് ഞാൻ അങ്ങനത്തെ ഒന്നും ആവശ്യപ്പെടുന്നില്ല കേട്ടോ, കൊച്ചങ്ങനെയൊന്നും ചിന്തിക്കുകയേ വേണ്ട, കൊച്ചിനെ ഞാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ സഹായിക്കുന്നവർ ഇങ്ങനെ എന്നൊക്കെ ഇതും പറയുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഉദ്ദേശം മനസ്സിലായപ്പോൾ ഞാൻ വേഗം 600 രൂപയല്ലേ ഞാൻ സോഫി ചേച്ചീനോട് തൊട്ടടുത്ത്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ അടുത്ത കടയിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് നേരെ സോഫി ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചേച്ചീനോട് കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ കൂടെ വന്നു. അപ്പോഴത്തേക്ക് ഇയാൾ എഴുന്നേറ്റ് നമ്മളെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മേശേൻ്റെ കുറച്ച് അവിടെ കസേര ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അയാൾ സോഫി ചേച്ചി അപ്പോഴത്തേക്ക് ഇയാളോട് പേര് ചോദിച്ചു, സ്ഥലം ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾ പപ്പാന്ന് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ കൊച്ചിനോട് പൈസ വായ്പ വാങ്ങാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ ചേച്ചി ഇങ്ങനെ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ കാര്യം പറഞ്ഞിട്ട് പിന്നെ വേഗം പോകാൻ നോക്കി. അപ്പോൾ എന്ത് ചെയ്തു, സോഫി ചേച്ചി വേഗം ഇയാളെ ഫോട്ടോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേഗം ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു, അവിടേക്ക് വിളിച്ചപ്പോഴാണ് ഇയാൾ വെറും ഫ്രോഡാണ് എന്നുള്ളത് മനസ്സിലായത് കേട്ടോ. ഞാൻ അയാളെ പേര് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പേര് പറയുന്നില്ല, എന്നോട് അയാൾ അങ്ങനെ ഒരു രീതിയിൽ പറയാത്തത് കൊണ്ടും എന്നെ ആ രീതിയിൽ എന്താ പറയുക, അങ്ങനെ ഒരു രീതിയിൽ എന്നോട് ചെയ്തില്ലെങ്കിലും അയാൾ പറഞ്ഞത് അത്രയും മോശമാണ്. പിന്നെ എന്താ പറയുക, അയാൾ പൈസ തന്ന് സഹായിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ആർക്കെങ്കിലും, ഇനി കൂമ്പാറക്കാർക്കോ അങ്ങനെ ആ പ്രദേശത്തുള്ള ആർക്കെങ്കിലും ഇതുപോലൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ചേട്ടൻ വരുവാണെങ്കിൽ, ഒരു ചേട്ടനല്ല ഒരു ചേച്ചിയല്ല, ആര് വന്നാലും സഹായം നമുക്ക് ബാങ്കിലൂടെ വാങ്ങാമെന്നുള്ളത് ഞാൻ പഠിച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ആ സോഫി ചേച്ചിയെ വിളിച്ച് ചോദിച്ചു. അപ്പം തന്നെ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തന്ന ക്യാഷ് തിരിച്ച് തന്നേക്കണം, ഞങ്ങൾക്ക് നിങ്ങളെ ലോൺ വേണ്ട, ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം സഹായിച്ചിട്ട് ഒരു കാണ്ടാമൃഗത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അപ്പം നമ്മൾ ഈ പൈസ, അതായത് പണം ത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ മുതലെടുക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം കേട്ടോ. പക്ഷേ ആ മുതലെടുക്കുന്നു എന്നുള്ളത് ഒരു നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലായാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോയി. പിന്നെ സോഫി ചേച്ചിയും സുരേഷും അവിടെ ഉണ്ടായിരുന്നു. വിൽസൺ ചേട്ടൻ ഉണ്ടായിരുന്ന വിൽസൺ ചേട്ടനോടും പറഞ്ഞു കേട്ടോ, വിൽസൺ ചേട്ടൻ ഇല്ലാതെ പോയി. തൊട്ടടുത്ത് വിൽസൺ ചേട്ടനാണ് ഞാൻ വർക്ക് ചെയ്യുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് വിൽസൺ ചേട്ടൻ. അത് കഴിഞ്ഞാൽ അവരൊക്കെയാണ് കേട്ടോ, സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ നമുക്ക് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം സോഫി ചേച്ചിയും സുരേഷും ആയിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നമ്മളെ ഇടത്തും വലത്തും ഭാഗത്ത് നിന്നിട്ട് നമ്മളെ അത്രയും കെയർ ചെയ്യുന്ന രണ്ടുപേരല്ല, അവരെല്ലാവരും നമ്മളെ കെയർ ചെയ്യുന്നവരാണ് കേട്ടോ.
അതുപോലെ നമ്മൾ തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മൾ കുടുങ്ങാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയിലുണ്ടായത് അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ക്യാഷ് പിന്നെ നമ്മൾ ലോണിന് വേണ്ടി ബാങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെ ചെന്നാലും ഊരാക്കുടുക്കാണല്ലോ. ഇപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ നമ്മളിതാ അത്യാവശ്യം കല്ലൊക്കെ പെറുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കട്ടയൊക്കെ വെച്ച് കഴിഞ്ഞു. നമ്മൾ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് അയൽക്കൂട്ടത്തിന് പോയി. അയൽക്കൂട്ടം കഴിഞ്ഞ് വന്നപ്പം അവിടുന്ന് ഒരു ചക്ക കിട്ടി കേട്ടോ. അപ്പം ഞാൻ അയൽക്കൂട്ടം കഴിഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മഴയത്താണ് കൊത്തിയതും പെറുക്കിയതും നന്നാക്കിയതും ഒക്കെ കേട്ടോ. അങ്ങനെ മഴ മഴ ഏതാണ്ട് അത്യാവശ്യം നനഞ്ഞ് കഴിഞ്ഞപ്പോൾ ചക്ക തിന്നാമെന്ന് വിചാരിച്ചു. വിശപ്പിൻ്റെ ഒരു വിളി വന്നപ്പം ഞങ്ങൾ ചക്ക മുറിച്ച് എല്ലാവർക്കും ചക്കയൊക്കെ കൊടുത്തു. ചക്ക തിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കല്ല് വെച്ച ഭാഗത്തേക്ക് കുറേ ഇങ്ങോട്ട് ഇട്ടു കേട്ടോ. ഈ മുകളിൽ വെച്ച കല്ലൊന്നും അവിടെ വെക്കാനുള്ളതല്ല, അതെടുത്ത് താഴെ അപ്പുറ ഭാഗത്തും കൂടെ കെട്ടാനുണ്ട്. പക്ഷേ നമുക്ക് കല്ലെടുത്തിടാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 12 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെയൊക്കെ കുറേശ്ശെയായിട്ട് ചെയ്ത പണിയാണിപ്പോൾ ഇത് ഇവിടം വരെ ഉള്ളത് കേട്ടോ. അങ്ങനെ ആ മുറ്റത്തുള്ള മണ്ണെല്ലാം കുറേ കൊത്തി നിരത്താനുണ്ടായിരുന്നു. കുറേയൊക്കെ ഞങ്ങൾ കൊത്തി നിരത്തി റെഡിയാക്കി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നനഞ്ഞു കുളിച്ചു. മഴയത്താണെങ്കിലും വേണ്ടില്ല ഞങ്ങൾ ചെയ്തു കേട്ടോ. ദൈവം സഹായിച്ചിട്ട് പനിയൊന്നും പിടിച്ചില്ല. ഇനി എപ്പോഴാണോ പനി പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ഇപ്പോൾ ആധാരം വെച്ച് ലോൺ എടുക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമ്മൾ ആധാരം ഇതുപോലെ നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് ഇപ്പം 10-12 വർഷമായി കേട്ടോ. അപ്പം ആ സ്ഥലം വാങ്ങിയ സമയത്ത് നമ്മൾ വാങ്ങിയ ആൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. പണയം വെച്ച സ്ഥലത്തിൻ്റെ ലോൺ അവർ ക്ലോസ് ചെയ്തതാണ്, പക്ഷേ ഒഴിമുറി ചെയ്തിട്ടില്ല. അപ്പം നമ്മളത് ഒഴിമുറി ചെയ്യാതെ ഇത്രയും വർഷങ്ങളായിട്ടും ആ സ്ഥലം നമ്മളെ പേരിൽ ആണ് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂലാത്ത അവസ്ഥയായിരുന്നു. കാരണം ബാങ്കിൽ നിന്ന് ഒഴിമുറി ചെയ്യാത്തിടത്തോളം കാലം നമുക്കങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമ്മളെ പേരിലേക്ക് ആക്കാൻ പറ്റൂല എന്നാണ് പറയണത്. അത് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. സ്ഥലം വാങ്ങുമ്പോൾ ശരിക്കും കച്ചവടം നടത്തുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കുടിക്കടം അതിലൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും ബാധ്യതയുണ്ടോ, ബാധ്യത തീർത്തതാണോ, ഒഴിമുറി ചെയ്തതാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പോൾ അതറിഞ്ഞു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ അതിന് പോകുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളെ കുടഞ്ഞി തന്നെയുള്ള നമ്മളെ സർവീസ് ബാങ്കിലാണ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അവിടെയായിരുന്നു അവർ പണയം വെച്ചിട്ടുണ്ടായിരുന്നത് നീതിൻ്റെ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ അവിടെ പോയി അവരത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അറിയുന്നതാണ്, ജിമ്മി ചേട്ടനാണെങ്കിലും അവരൊക്കെ നമ്മൾ ആ ബാങ്കിലെ എല്ലാവരെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പുകപരിശോധന കേന്ദ്രത്തിൽ ജോലിക്ക് പോയതിന് ശേഷമാണ് അവരൊക്കെ പരിചയം കേട്ടോ. അപ്പോൾ അവർ വേണ്ട രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് 2 ദിവസമായി കൊടുത്തിട്ട് നാളെ അത് റെഡിയായി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ടുപോയി പണയം വെക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പഴയ ഒഴിമുറിയും കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം റെഡിയാക്കിയാൽ നമുക്കിനി അത് ലോൺ ആധാരം പണയം വെക്കാൻ പോലും പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകി പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞ് തീർന്നു. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്, വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. മഴയത്ത് ഇങ്ങനെ പണിയെടുക്കാൻ നല്ല രസമാണല്ലേ. എല്ലാവരും മഴയത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മോനുസിന് പിന്നെ കുറേ നേരം ഇങ്ങനെ കുനിഞ്ഞ് മെറ്റിൽ കോരിയപ്പം അവന് പുറത്തുനിന്നൊരു വേദന വന്നേ. അപ്പോൾ എനിക്ക് പേടിയാട്ടോ. അവന് ഒരുപാട് ഇങ്ങനെ അത്യാവശ്യം നീളം ഉള്ളതുകൊണ്ട് കുറേ കുനിഞ്ഞ് നിൽക്കുമ്പോൾ അവനൊരു വേദന ഉണ്ടാവും. പിന്നെ അവന് ഈ കുഞ്ഞതിൽ പിന്നെ എന്താ പറയുക 7-ാം മാസത്തിലുണ്ടായതാണ് മോന്. ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതാണ് കേട്ടോ മോനുസിനെ. അപ്പം അവനിങ്ങനെ അന്ന് വെൻറ്റിലേറ്ററിൽ 2-3 മാസം മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് നട്ടെല്ലിൽ നട്ടെല്ലിൽ നിന്ന് കുത്തിയിട്ട് എടുക്കുമല്ലോ, അങ്ങനെ എന്തോ ടെസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ചെയ്താണ് എനിക്കിങ്ങനെ തോന്നും. അതുകൊണ്ടൊക്കെയാണോ ഊരവേദന അതൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. എൻ്റെ മനസ്സിൽ തോന്നുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായതാണ്. ഒരുപാട് എന്താ പറയുക, ഏറ്റവും കൂടുതൽ വഴക്കും എല്ലാം അവന് തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓരോരുത്തർ വരുന്തോറും താഴെയുള്ളവർക്ക് കുറയും. മുതിർന്ന ആളാണല്ലോ എപ്പോഴും എല്ലാം സഹിക്കാനാവുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവന് അധികമൊന്നും കൊത്താനൊന്നും പറ്റിയില്ല. ഞങ്ങൾ തന്നെ ചെയ്തു കേട്ടോ.
പിന്നെ അങ്ങനെ എന്തായാലും താഴെ ഒരുവിധം ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കുടുവും അച്ഛൻ കുളിച്ചു. ആദ്യക്കൂട്ടനെ ഞാൻ തേച്ച് കുളിപ്പിച്ചു. അവൻ കുറേ മണ്ണ് പണിയെടുത്താണ്. അപ്പോൾ അവനെ നല്ലപോലെ തേച്ച് കുളിപ്പിച്ച് എല്ലാവരും കുളി കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയത്. കാരണം നേരെ ആ ചളിയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. എവിടെ നിന്നും കൈയും കാലും കഴുകാനൊന്നും പോയില്ല, നേരെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കുളി കഴിഞ്ഞ് കയറി വന്നപ്പോൾ എന്താ, രാവിലെ ഉണ്ടാക്കിയതെല്ലാം വാരി പാത്രത്തിലാക്കിയിട്ട് പോയതാണ്. ബാലൻസ് ഇവിടെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളത് എന്താ, ഒരു പിടി ചോറ് എന്താ ഉണ്ടായിരുന്നു, ലേശം കപ്പ ഉണ്ടായിരുന്നു. ചോറ് ഒരു ലേശം ബാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കപ്പ ഉണ്ടായിരുന്നു ലേശം ബാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു, കിഴങ്ങ് ലേശം ഫ്രൈ ആക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കിഴങ്ങ്. അപ്പം ഈ പിന്നെ കറി വെച്ച് അന്ന് എന്തായിരുന്നു, ബീഫോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് കറിക്ക് വേണ്ടിയിട്ട് വരട്ടി ചട്ടിക്കകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ആ കപ്പ ഇട്ടു. രസമുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ചട്ടിയിൽ കപ്പ ഇട്ടിട്ട് ഇളക്കി. കാരണം കറിയൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ എന്താ, ഉള്ളി എന്തെങ്ങാണ്ട് എടുത്ത് വാട്ടി ഞങ്ങൾ പിന്നെ ചോറുണ്ണാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ പണി എന്താ പറയുക. പിന്നെ സത്യം പറഞ്ഞാൽ ദേഹത്തിലധികം വേദനയൊന്നുമില്ല, വയ്യായ്ക അങ്ങനെയല്ല. പക്ഷേ അങ്ങോട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേ നമ്മൾ ഒരു ഇതുണ്ടല്ലോ, കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് വീണാൽ മതി എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുമല്ലോ, ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കപ്പ ഞാൻ അതുപോലെ ആ കറിക്ക് വേണ്ടിയിട്ട് ഇതാക്കി ചട്ടിയിലേക്ക് കപ്പ ഇട്ടിട്ട് കപ്പ ഒന്ന് ഇതാക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ രസമുണ്ട് കേട്ടോ. നമ്മൾ ബീഫോ അങ്ങനെ എന്തെങ്കിലും, ഈ കപ്പ ബിരിയാണി അങ്ങനെയൊന്നും ആവില്ല, എങ്കിലും ഒരു രുചിയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊരു കമൻറ്റ് കണ്ടു, പരിസരമൊന്നും വൃത്തിയില്ലല്ലോ എന്നിട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ ചുറ്റിനെന്ന് പറഞ്ഞാൽ ഈ താഴത്തമ്മേൻ്റെ തറവാട് വീടായിരുന്നു ഇത്. ഇവരിവിടെ താമസമില്ലാതെയായിട്ട് നാളുകളായി. അപ്പോൾ മുറ്റത്തും സൈഡിലും ഒക്കെ, മുറ്റത്തിൻ്റെ മുൻവശവും സൈഡിലും എല്ലായിടത്തും താഴത്തമ്മ ഓരോന്ന് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറികൾ അതും ഇതൊക്കെ നട്ടിട്ടുണ്ട്. കാരണം താമസിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മളിവിടെ താമസിക്കാൻ വന്നതിന് ശേഷമാണ് അപ്പം മുറ്റമുണ്ട്, കുറച്ച് മുറ്റമുണ്ട്. സൈഡിലൊന്നും അങ്ങനെ അധികം മുറ്റമൊന്നുമില്ല. അങ്ങനെ അവിടെയൊക്കെ കപ്പ നടുന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മൾ പകലിവിടെ നിൽക്കുന്നില്ല. ഞാൻ അടിച്ചു വരാറില്ല കേട്ടോ, ഉള്ള കാര്യം പറയല്. എന്നും എനിക്ക് മുറ്റടിച്ച് തരാനൊന്നും കഴിയാറില്ല. പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ ജോലിക്ക് പോവുകയും വീട്ടിലെ പണികളും അതിൻ്റെ ഇടയിൽ വൃത്തിയാക്കൽ, മുറ്റം പരിസരം വൃത്തിയാക്കൽ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. നമ്മളെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ട സമയത്തൊക്കെ ചെയ്യാറുണ്ട്. കാണുന്നവർക്ക് ഒരു അസ്വസ്ഥതയായിട്ട് തോന്നാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നമ്മളെ ശരീരവും മനസ്സും എല്ലാം കളഞ്ഞ് നമ്മൾ പണിയെടുത്തിട്ടും അവസാനം പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നും ഇല്ല കേട്ടോ. അത് ഒരുപാട് വൈകി മനസ്സിലായത് കൊണ്ടാണ് ഇപ്പം ഞാൻ കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കണത് കേട്ടോ. പക്ഷേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോണ സമയത്താണെങ്കിൽ പോലും, താഴത്തെ ഷെഡിലായിരുന്നപ്പോൾ പോലും നമ്മൾ രാവിലെ എല്ലാം തീർത്ത് മുറ്റം കൂടെ അടിച്ചു വാരി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെയും ബാലൻസ് ഒന്നുമില്ല, ഇവിടെയും ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയല്ല, നമ്മളിങ്ങനെ കിടന്ന് ഒട്ടും ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഒരു ഓട്ടം നടത്തുന്ന ഒരാളാണ് എനിക്ക് തന്നെ തോന്നാറുണ്ട്. പണികൾ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക, എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ എൻ്റെ ആരോഗ്യത്തിനും ഉണ്ട്. ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട് കേട്ടോ. പിന്നെ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട്, നമ്മളെ കാലിൻ്റെ വേദന, ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം നമ്മളെ വീട്ടിലേക്കുള്ള പണികളൊന്നും മുടക്കാറില്ല. പിന്നെ എന്താ പറയുക, ചുറ്റുവട്ടത്തുള്ള പണികൾ കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നമ്മളെ ആരോഗ്യത്തിന് ഒരിത്തിരി റെസ്റ്റ് കിട്ടുമെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് നല്ലതെന്ന് കുറേ അനുഭവം കൊണ്ടാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അനുഭവം കുറേ കാലം എടുത്തു, 10-13 വർഷം. ചെറുപ്പത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ വീട്ടിലും പണിയെടുക്കേണ്ടിയിരുന്നു. അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകണമായിരുന്നു. അപ്പം നമ്മൾ പണിയെടുക്കണം. പശു ഉണ്ടായിരുന്നു, പുല്ലുണ്ടാക്കണം, വിറകുണ്ടാക്കാനൊക്കെ ഒരുപാട് ദൂരെ പോയിട്ട് വിറകുണ്ടാക്കി കൊണ്ടുവരണം. അന്ന് വെള്ളം കൊണ്ടുവരണം, വെള്ളമൊക്കെ തലയിൽ ചുമന്ന് കൊണ്ടുവരണം. അങ്ങനെ പണിയെടുത്ത് തന്നെ വളർന്നു പോകുന്ന ആളായതുകൊണ്ട് പണിയെടുക്കാൻ മടിയൊന്നുമില്ല. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് കാലിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അതിന് വേണ്ടിയിട്ട് ചികിത്സയൊന്നും പോയിട്ടില്ല. അത് പറയുമ്പോൾ നമ്മളെ ചാനലിൽ തന്നെ ഇത് കണ്ടിട്ട് തന്നെ കാലിന് വെരിക്കോസിന് വേണ്ടി ചികിത്സ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വന്ന ആളുകളുണ്ട്. ചെയ്തു തരാം, പറഞ്ഞു തരാം. പക്ഷേ അതും ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്ക് ഒത്തു കിട്ടാത്ത കാരണം ഞാനത് മാറ്റി വെച്ച് ഇങ്ങനെയായിട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് എങ്ങനെയായാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അവരെല്ലാവരും കഴിച്ചിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ കൊടുത്തു, കഴിച്ചു. ചേട്ടായി വന്ന് കുളിയും കഴിഞ്ഞ് ചേട്ടായി അവിടെ കിടന്നു. പിന്നെ നമുക്കിനി എങ്ങനെ എന്ത് തന്നെയാലും നമുക്ക് കിടക്കുക എന്ന് പറയുന്നത് നമ്മളെ ലാസ്റ്റ് അടുക്കള വാതിൽ അടച്ചതിന് ശേഷമാണ് അല്ലേ. അതാണ് സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത.
അപ്പോൾ ഇത് കേൾക്കുമ്പം അല്ലെങ്കിൽ അറിയുന്നവർ പറയും എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ്, എന്താ നിനക്ക് ഇത്ര പ്രത്യേകത എന്നല്ലേ. അതും ശരിയാണ്, എല്ലാ സ്ത്രീ എന്ന് പറയുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ, അമ്മമാരെല്ലാം ഇങ്ങനെ തന്നെ. പെണ്ണുങ്ങൾക്ക് എന്തോ പ്രത്യേകതയാണത്, പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭക്ഷണമൊക്കെ കൊടുത്തു, പെറുക്കലും നന്നാക്കലും കഴുകലും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് കിടക്കുകയുള്ളൂ കേട്ടോ. അപ്പം യൂട്യൂബിൽ നമ്മളെ ചാനലിൽ വീഡിയോയിൽ മിക്കവാറും എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, എന്താണ് ജോലി എന്ന് കേട്ടോ. എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ സമയത്ത് ചിലപ്പോൾ ഞാൻ കമൻറ്റ് കാണുന്ന സമയത്ത് പെട്ടെന്ന് ലൈക്ക് ഇടും, പിന്നെ അപ്പം ഞാൻ ഇത് റിപ്ലൈ കൊടുക്കാം, സമയം കിട്ടുമ്പം കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ കസ്റ്റമർ വന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തിരക്കിലേക്ക് നമ്മൾ മാറും, പിന്നെ ഞാനത് മറന്നിട്ടുണ്ടാവും. അതാണ് സത്യം കേട്ടോ. പിന്നെ ഒരുപാട് അതുപോലെ പല കൂട്ടുകാരും വന്നിട്ട് കൂട്ടാക്കണേ, തിരിച്ചു വരണേ എന്നൊക്കെ പറയാറുണ്ട്. ഈ പറയുന്ന കാര്യവും ഞാൻ എന്തുകൊണ്ടാണ് മറന്നു പോകണമെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അരി വാങ്ങാൻ വരെ മറന്നു പോകുന്ന ആളാണ് ഞാൻ. ചാക്കും കൊണ്ട് പോകും, പക്ഷേ റേഷൻ കടയിൽ പോവാതെ തിരിച്ചു വരും. ചില മാസത്തെ അരി പോകും. കാക്ക എന്നിട്ട് റേഷൻ കടയിൽ ചെല്ലുമ്പോൾ എന്നോട് ഈ മുന്നിൽ കൂടിയല്ലേ ഈ 10 വട്ടം ഈ പോണത്, എനിക്ക് അരി വാങ്ങി അങ്ങോട്ട് പോയാൽ പോരെന്ന് ചോദിക്കും. ശരിയാണ്, ഞാൻ അതിന് മുന്നിൽ കൂടിയാണ് പോരുന്നത്, പക്ഷെ എന്ത് ചെയ്യും, മറന്നു പോവാണ്. എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ എല്ലാം അടിക്കലും വാരലും കഴുകലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവസാനം എൻ്റെ ജോലി എന്ന് പറയുന്നത് എൻ്റെ വേദനയ്ക്കുള്ള ചികിത്സയാണ് കേട്ടോ. മെഡിസിനൊന്നും ഇതുവരെ എടുത്തിട്ടില്ല, അല്ലാത്തൊരു ചികിത്സയുണ്ട്. ഞാൻ എന്നും രാത്രി വൈകുന്നേരം, നമ്മൾ സ്ത്രീകൾക്കാണ് കൂടുതലും വെരിക്കോസ് വെയിൻ വരുന്നതെന്ന്, കാരണം സ്ത്രീകളാണ് കൂടുതലും പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് ഒന്നെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വരും, പിന്നെ വെയിറ്റ് കൂടുതലായിട്ട് നമ്മൾ കാലിങ്ങനെ താങ്ങുവാണല്ലോ, പിന്നെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ നിന്ന് പണിയെടുക്കുന്നത് സ്ത്രീകളാണ്. അപ്പം കാലിൽ ആണ് കൂടുതൽ നമുക്ക് ഭാരം വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് കൂടുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം, പകലൊക്കെ നമുക്ക് ഓടി നടന്ന് എല്ലാം ചെയ്യാം, പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളെ കാലിൻ്റെ അവസ്ഥ പരിതാപകരമായിട്ടുണ്ടാവും. ആദ്യം ചില സമയത്ത് നല്ല നീരുണ്ടാവും, ഇപ്പം ചില ദിവസങ്ങളിൽ നീരുണ്ടാവില്ല, കടച്ചിലായിരിക്കും. അപ്പം എന്തൊക്കെ പണി എല്ലാം ഇത് വെച്ചിട്ട് ഈ വേദന കാരണം ഞാൻ അകത്തൊന്നും മുടക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് കാല് നല്ലപോലെ ഞാൻ മസാജ് ചെയ്യും. കുറച്ച് നേരം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഇട്ടിട്ട് കുറച്ച് നേരം മസാജ് ചെയ്യും. ഇതെനിക്ക് ആരും പറഞ്ഞു തന്നൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ വേദന വന്ന സമയത്ത് ഞാനിങ്ങനെ 1-2 ദിവസം ചെയ്തപ്പം എനിക്ക് ഉറങ്ങാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാല് കുറച്ച് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അറിയില്ല ഞാൻ എവിടെ കിടക്കുന്നതെന്ന് പോലും, അതുപോലെ എനിക്ക് ഉറങ്ങാൻ കഴിയും. വേദന നമ്മളെ അത്ര അലട്ടൂല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് കേട്ടോ. വേണ്ടവർക്കൊക്കെ അനുകരിക്കാം. അപ്പം രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ലപോലെ കാല് കഴുകിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. ഒരു ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ്, വേദനയിൽ നിന്നൊരു ഇത് കിട്ടും. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വൈകിട്ടാകുമ്പോഴത്തേക്കും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആയി കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, എല്ലാവരോടും 1000 താങ്ക്സ് പറയാണ്. നിങ്ങളെ സപ്പോർട്ടിന്, നിങ്ങളെ കൂടെ നിൽക്കുന്നതിന് എല്ലാത്തിനും നന്ദി.